ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത നല്ല നാടൻ കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി, അങ്ങനെ ഏത് പൊടി വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ 1.25 കപ്പ് തന്നെ വെള്ളവും തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിക്കുന്നതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വെള്ളം തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ. ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച വെള്ളമായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായി വരും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് അരമുറി തേങ്ങ ചിരകിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയിൽ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ തേങ്ങയിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കൊഴുക്കട്ടയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്ക് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൊഴുക്കട്ട നല്ല സോഫ്റ്റായി വരണമെന്നുണ്ടെങ്കിൽ മാവ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് ചെറിയൊരു ചൂടോടെ തന്നെ വേണം കുഴച്ചെടുക്കാൻ. പിന്നെ കയ്യിലൊക്കെ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയൊരു ബോൾ പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. 2 കൈ കൊണ്ട് നമുക്കിത് ഉരുട്ടി ചെറിയൊരു ബോൾ പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഒരു വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇനി ഇതിനുള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഒരു ബോൾ പോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾ പോലെയൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു വിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് ആ വിരൽ അതിൻ്റെ നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് ബോൾ പോലെയൊന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ സൈഡൊക്കെ കൈകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബോൾ പോലെ ആക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ കൊഴുക്കട്ടയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് അതിൽ ആവി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 15-20 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൊഴുക്കട്ട. ഇതിൽ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്